PV അൻവറിന്റെ ആരോപണങ്ങളിൽ കേരള പോലീസ് കടുത്ത പ്രതിസന്ധിയിലാണ്. SP സുജിത് ദാസിനെതിരെ ഇന്ന് നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായ ചട്ടലംഘനം എന്നാണ് വിലയിരുത്തൽ. ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. TV പ്രസാദ് ചേരുന്നു തിരുവനന്തപുരത്തെ ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഇന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. ഒന്ന്, ADGP MR അജിത് കുമാറിനെതിരെ എന്തെങ്കിലും ഒരു നടപടി, അതായത് DGPയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ അദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ടോ? രണ്ടാമത്തത്, നമ്മളുടെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം അവധിയിലാണ്. ഇന്നലെ മുതൽ നമ്മളടക്കം ശ്രമിക്കുന്നു, പക്ഷേ കിട്ടിയില്ല. PV അൻവർ കൊടുത്ത പണി ഒരു 8ൻ്റെ പണിയായിപ്പോയി അല്ലേ TV പ്രസാദ് സുജിത് ദാസിന്? ഉറപ്പായും അരുൺ, സുജിത് ദാസിന് മാത്രമല്ലല്ലോ, MR അജിത് കുമാർ, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉൾപ്പെടെയുള്ള വലിയ സംഘത്തിനെതിരെയാണ് PV അൻവർ തുറന്നുവിട്ട ഭൂതം ആക്രമിക്കാൻ പോകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ കേരള പോലീസ് സമീപകാലത്തൊന്നുമില്ലാത്ത ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഉന്നത നേതൃത്വം എന്നുള്ളതാണ്. അതായത് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഇടതു MLA ആയതുകൊണ്ട് തന്നെ ഇതിൽ കേസെടുക്കാനോ മറ്റു നടപടികളിലേക്കോ ഒന്നും പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാകും എന്തൊക്കെ നടപടി എങ്ങനെയൊക്കെ നടത്തണം എന്നത് സംബന്ധിച്ചുള്ള ആലോചനയിലേക്ക് പോലീസ് നേതൃത്വം പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഇതിൽ പോലീസിൽ ഇപ്പോൾ ഉന്നത നേതൃത്വം പറയുന്നത് SP സുജിത് ദാസിനെതിരെ നടപടിയെടുക്കാനുള്ള തെളിവ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ മുന്നിലുണ്ട്, പോലീസിൻ്റെ മുന്നിലുണ്ട്. ആ തെളിവ് എന്നുള്ളത് ആ ഫോൺ സംഭാഷണമാണ്. അതായത് തൻ്റെ പരാതി പിൻവലിക്കാൻ വേണ്ടി തൻ്റെ സർവീസ് കാലയളവ് മുഴുവൻ താൻ MLAയോട് കടപ്പെട്ടവനായിരിക്കും എന്ന് പറയുന്നതോടുകൂടി സർവ്വ ചട്ടങ്ങളും സർവ്വ അച്ചടക്കങ്ങളും ലംഘിച്ചു എന്ന വിലയിരുത്തലിലാണുള്ളത്. അതായത് സുജിത് ദാസിനെതിരെ നടപടിയെടുക്കാനുള്ള ഏതാണ്ട് പൂർണ്ണമായ തെളിവ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് ഉന്നതരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. അതായത് സുജിത് ദാസ് തൻ്റെ ഫോൺ സംഭാഷണമല്ല അത്, അതായത് ഫോൺ സംഭാഷണം സുജിത് ദാസ് നിഷേധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ സുജിത് ദാസിനെതിരെ നടപടി ഉണ്ടായേക്കും എന്ന നീക്കത്തിനിടയിലാണ് ADGP MR അജിത് കുമാറിനെതിരെ അതിലും എത്രയോ വലിയ ഗുരുതരമായ ആരോപണങ്ങളുമായി PV അൻവർ വരുന്നത്. പക്ഷേ അതിൽ MR അജിത് കുമാറിനുള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത് അതിൽ PV അൻവർ ഒരു പരാതി കൊടുത്തില്ല എന്നുള്ളതാണ്. സുജിത് ദാസിനെ സംബന്ധിച്ച് സുജിത് ദാസ് പറഞ്ഞത് തന്നെ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു എവിഡൻസാണ് സുജിത് ദാസിനെതിരെ നടപടിയെടുക്കാൻ. പക്ഷേ MR അജിത് കുമാറിനെതിരെ ഇന്നലെ ആരോപണം ഉന്നയിച്ചു എന്നല്ലാതെ PV അൻവർ തെളിവുകൾ പുറത്തുവിട്ടിരുന്നില്ല. അതിൽ പിടിച്ച് കയറാനായിരിക്കും ഒരുപക്ഷെ ശ്രമം. പക്ഷേ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ വലിയൊരു വിഭാഗം ഇങ്ങനെ ഒരു ADGPയെ ഇനിയിപ്പോൾ ക്രമസമാധാന ചുമതലയിൽ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന അഭിപ്രായമുള്ളവരാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ഇതിൽ നിർണായകം, എന്താക്കണം എന്നത് സംബന്ധിച്ച്. ഇനിയിപ്പോൾ നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് വരാൻ സാധ്യതയുണ്ട്. MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും എല്ലാം അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതികൾ വരുമ്പോൾ അത് മൂടിവെക്കാൻ കഴിയില്ല. കാരണം ആരോപണം അപ്പുറം ഉന്നയിച്ചിരിക്കുന്നത് ഭരണകക്ഷി MLA കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ കോട്ടയത്ത് മുഖ്യമന്ത്രിയും DGPയും ഒരേ വേദിയിലേക്ക് വരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഉദ്യോഗജനകം തന്നെയാണ് അരുൺ. തീർച്ചയായിട്ടും TV പ്രസാദ്, തുറന്നുവിട്ട ഭൂതം അത്ര ചെറുതല്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട തുറന്നുവിട്ട ഭൂതമായിട്ട് കണക്കാക്കിയിരുന്നത്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഉയരങ്ങളിൽ അതുക്കും മേലെ പോയ ഒരു ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം മന്ത്രിമാരുടെ അടക്കമുള്ള ഫോണുകൾ ചോർത്തുന്നുണ്ടത്രേ. ആ ചോർത്താൻ ഒരു സംഘം മുഖ്യമന്ത്രി അറിയാതെ, ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ അറിയാതെ അത് നടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയ ഗുരുതരമായ വിഷയമുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.